ഇപ്പം അതിൽ വേറെ രസമുണ്ട്. കുണ്ടൂര് ഖാദർ മുലിയാരാണ് ഇപ്പം മറ്റൊരു വലിയ, ഒന്ന് കള്ളന്തോട് കരിയ മുലിയാരാണ്. അല്ല, ഇവരെല്ലാവരും കൂടി സ്വീകരിച്ചൊരു വലിയ. മറ്റൊന്ന് കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ഉസ്താദ് ഉഷാറാണ്. പക്ഷെ ഇവർക്ക് എങ്ങനെ ഇപ്പം ഈ കുണ്ടൂർ വലിയായത്? എനിക്ക് സംശയമാണ്. ഇവലെ ശരീരത്തിൽ കുണ്ടൂരുണ്ടാവില്ലല്ലോ. കുണ്ടൂർ ഉസ്താദ് ദായിമൻ ചുരുട്ട. ഇവരെ മസല എന്താ? പല ആളുകളത് ഹറാമാണെന്നാ. എന്ന് മാത്രമല്ല, ഈ പേരോടൊക്കെ കുണ്ടൂരെടുത്ത് പോയാലോ. അപ്പൊ ഉസ്താദ് ചുരുട്ടി വരികാന്ന് വിട്ടുകൊടുത്ത അയാൾ പറയുന്നുണ്ട്. വിവേചനങ്ങളൊന്നുമില്ല, വളരെയേറെ താഴ്മയോടെയുള്ള സ്വഭാവം, ആരോടും വൈരാഗ്യമില്ല, വിദ്വേഷമില്ല. സുബ്ഹാനല്ലാഹ്, ആരെന്ത് പറഞ്ഞാലും വെറുപ്പില്ല. ഒരു ദിവസം ഞാൻ മുതഅല്ലിമായിരുന്ന കാലത്ത് വന്നു, ഉസ്താദ് ഇങ്ങനെ ചുരുട്ടി വലിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അത് ആരോഗ്യത്തിന് കേടാണ്, അത് നല്ലതല്ല എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. ഉസ്താദും ആ വിശ്വാസക്കാരൻ തന്നെയാണ്. പക്ഷെ അങ്ങനെ പതിവാക്കി വന്നതായിരിക്കും. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അങ്ങനെ ഉസ്താദ് ചുരുട്ടി വലിക്കുമ്പോ ഞാൻ പറഞ്ഞു, ഉസ്താദ് ഇതൊന്ന് നിർത്തിക്കൂടെ, ഇതൊന്ന് ഒഴിവാക്കിക്കൂടെ. കണ്ടോ, ഇയാളിപ്പോ കുണ്ടൂരിനെ കാണാൻ പോയതാണ്. കുണ്ടൂരിനെ കാണാൻ പോയി മുതഅല്ലിമായിരുന്ന കാലത്ത്, അല്ലാതെ ഇത് മുദരിസാണ് കാലത്ത് കൊടുക്കും പോയല്ല. അപ്പോൾ കുണ്ടൂർ ഉസ്താദ് ഇങ്ങനെ വലിക്കുകയാണ്. അപ്പോൾ അത് ശരീരത്തിന് നാശാണെന്ന് വിശ്വാസമുള്ള ആളാണ്. ഉസ്താദും അങ്ങനെ വിശ്വാസമുള്ള ആൾ തന്നെയാണ്. പക്ഷെ അതങ്ങനെ എങ്ങനെയാണ് വലിയനങ്ങനെ പതിവാകല്? ഇതാ വലിയ പറഞ്ഞാൽ, വലിയ എന്ന് പറഞ്ഞാൽ നിങ്ങളെ അഹ്വത്തല്ലേ, സൂക്ഷ്മതയിൽ ജീവിക്കുന്ന ആൾക്കാരല്ലേ, നിങ്ങളിത് പഠിപ്പിക്കണില്ലേ? ഇവൻ മനസ്സിലാക്കി ഇവൻ്റെ ചുറ്റിനെ പോലെയാണ് കുണ്ടൂരിൻ്റെ ചുറ്റ്. അതാണ് നിങ്ങൾക്ക് തലല്ല നമ്മൾ പറയുന്നത്. എന്നിട്ട് കുണ്ടൂരിനോട് വേദനത്തൊന്ന് ഒഴിവാക്കി കൂടെ നിങ്ങൾക്ക്. അപ്പം നിങ്ങളെ ശരീരത്തിൽ അത് ശരിയില്ലല്ലോ. നിങ്ങൾക്ക് കുണ്ടൂർ സ്ഥിരപ്പെടൂല, നിങ്ങൾ വലിയൊന്ന് വരാനായിട്ടില്ല. അതല്ലേ ഞങ്ങൾ ഈ പറയണത്. നിങ്ങൾ ആ ശരീരത്തിൻ്റെ 5 ദിവസൻ്റെ കൂലിയായിട്ട് ഒരു വലിയ നിങ്ങൾക്ക് കിട്ടൂല. കിട്ടും നിങ്ങൾക്ക് കള്ളന്തോട്. ആ നിങ്ങൾ SYSക്കും അതേമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംഭാവന തന്നോട് വലിയുള്ള. എന്താ നിങ്ങൾ പറയും, ഞാൻ വേറെ മസലൊക്കെ മാറ്റി വെക്ക്. എന്നിട്ട് കൂടെ കുണ്ടൂരും ബുർദിയൊക്കെ പിന്നെ പറയാം. ബുർദയിൽ നിങ്ങൾക്ക് വിശ്വാസമല്ല, ഇമാം ബൂസൂരിൻ്റെ വഴിയിൽ നിങ്ങളില്ല. അവരൊക്കെ പാടിയത് റസൂൽ ശിഫയാക്കിയെന്നാണ്. അങ്ങനെ പറഞ്ഞാൽ അത് അദബുകേടാണ് നിങ്ങൾ പറയണത്. ഇമാം ബൂസൂരി തന്നെ വഅന്നഹു ഖൈറു ഹൽഖില്ലാഹി കുല്ലിഹിമി എന്ന് റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടിട്ടാണ് എഴുതിയത്. എങ്ങനെ ബൂസൂരി ഇമാമിൻ്റെ സ്വപ്നം എങ്ങനെ ശരിയാകാം? പേരോട് പറയും. ബൂസൂരി സ്വഹാബിയ. പിന്നെ റസൂലിൻ്റെ ചുട്ട ചെറിയ കാലം മുതൽ ആ പ്രായമുള്ള എല്ലാ സിഫത്തും ബൂസൂരിക്കറിയോ? അങ്ങനെ അറിയുന്ന സ്വഹാബത്ത് വരെ ഉണ്ടോ? നിങ്ങളെ കാഴ്ചപ്പാടില്ല, ആ സ്വപ്നം കള്ളാവല്ലേ, സ്വീകരിക്കാൻ പറ്റുമോ? എന്നിട്ട് കുണ്ടൂർ ഉസ്താദിൻ്റെ ബീഡി വലിയെന്ന് അത് നല്ലതല്ല, എന്നിട്ട് പതിവാക്കിയതാണ്. നല്ലതല്ലാത്ത പതിവാക്കണാണ് ഇങ്ങനെ വലിയാവും. അതിന് മസല എന്താ? മസലമാണെങ്കിൽ ഷെയ്ഖ് പറഞ്ഞുതരും. ആര് പേരോടിൻ്റെ ഒക്കെ ചെയ്യുന്ന ഉമർ ഹഫീദ് എന്താണ് ബീഡി വലിൻ്റെ മസല എന്ന് ഓല് പറഞ്ഞോട്ടെ. الأسباب المؤدية إلى ذلك من أهمها وأعظمها مسألة الدخان باستعمال بالطرق والأشكال المختلفة، والتدخين الذي كثيرا ما يأتي بمجالسة المدخنين ومسايرتهم ومصاحبتهم ويتعرض له. فعجبت وتألمت لما ذكر النسبة في مدارسنا في الساحل كيف وصلت في الدارسين والطلاب إلى هذا المستوى. 14% يتعاطون هذا المدر، وهذا المختلف فيه من جهة الشرع، والقائلون بحرمته كثيرا من أئمة الشريعة الغراء يتعلق ഉലമാ ശരീഅത്തിന്റെ ഉലമായിൽ നിന്ന് വൽ ഖായിലൂന ബിഹുർമതിഹി കസീർ, പുകവലി ഹറാമാണെന്ന് പറയുന്ന പണ്ഡിതന്മാർ ധാരാളമുണ്ട്. കറാഹത്താന്നുള്ള ആർക്കും തർക്കമില്ല. ഹറാമാന്ന് പറയപ്പെട്ട കറാഹത്ത്, അപ്പോൾ കറാഹത്തിൻ്റെ സ്ട്രോങ് കൂടും. ഇത് പതിവാക്കണ ആളായിരുന്നു കുണ്ടൂർ ഉസ്താദ് എന്നാണ്. നിങ്ങൾക്ക് എങ്ങനെ കുണ്ടൂർ വലിയത്? മറുപടി പറയണങ്ങൾ വെറുതെ വിടുവങ്ങളെ. അപ്പം ആ കുണ്ടൂർ ഉസ്താദൊക്കെ പഠിപ്പിച്ച മാർഗം ഇതൊന്നും നിങ്ങളെ വിചാരിച്ച ആ റൂട്ടല്ല. മശായിഖന്മാർ അവരെ വേറിട്ട് തന്നെ മനസ്സിലാക്കണം. ബുർദങ്ങൾ പാടുകയാണോ ഇമാം ബൂസരി റളിയല്ലാഹു തആലാൻ, അവരെ ചരിത്രം പഠിക്ക്. അവർ പോയ വഴി എന്താന്ന് പഠിക്കണം.
ഇതല്ല ഹബീബരായ സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി. അള്ളാന്റെ റസൂലിനെ വളരെ മോശപ്പെട്ട വാക്ക് ഈ ലോകത്ത് ഇന്ന് വരെ ഒരാളും പറയാത്ത വാക്ക്. കുഴഞ്ഞു കിടക്കുന്ന പിതാവാണ്, ഇന്ന് വരെ അത് മാറ്റി പറഞ്ഞിട്ടില്ല. വേറെയുള്ളൊക്കെ അവർ തിരുത്തും. ഭൗതികമായിട്ട് എന്തോ പ്രശ്നമുണ്ടോ അതൊക്കെ വേഗം തിരുത്തി നടക്കും. അള്ളാന്റെ റസൂലിന് ഞാൻ പറഞ്ഞ തൗഹീദ് മൂത്തതാണ്. എല്ലാം അള്ളാഹു തന്നെയാണ്. ഇതെല്ലാം പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ആദരവുകളും ബഹുമാനങ്ങളും എല്ലാം കൊടുത്തു. 2-3 ദിവസം മുമ്പുണ്ട് മറ്റേ ഇയാളെ ഇബ്നു തൈമിയനെ ശരിയാക്കാൻ ഇയാളെ കൂടിരുന്ന ആള് ആരാണ്? ഫാറൂഖ് നൈമി. അയാളോട് ഉത്തരേന്ത്യ പോയിട്ട് ബറേൽവി ഷെരീഫിൽ അവിടുത്തെ ഉറൂസിൻ്റെ കാര്യത്തിൽ വരികയാണ്. അഹമ്മദ് റസാ ഖാൻ ബറേൽവി അവരുടെ സലാം ബൈത്തിലൊക്കെ എന്താണുള്ളത്? ഹൽക്ക് കെ ഹാക്കിം ഹോത്തു, റിസ്ക് കെ കാസിം. തങ്ങളാണ് സൃഷ്ടികൾക്ക് മൊത്തത്തിലുള്ള ഹാക്കിമ്. തങ്ങളാണ് ഇവിടെ എല്ലാം റിസ്കുകളും തഖ്സീം ചെയ്യുന്ന കാസിം തങ്ങളാണ്. ഹബീബരായ സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി ഹൽക്ക് കെ ഹാക്കിം, ഹാക്കിമുൽ ആലം. ഇതാണ് അഹമ്മദ് റസാ ഖാൻ ബറേൽവി റളിയല്ലാഹു അൻഹു പറയുന്നത്. എങ്ങനെയൊക്കെ പറ്റിയ എവിടെങ്ങളുള്ളത്? അപ്പോൾ ഒരു ഭാഗത്ത് ഇതൊക്കെ KM മൗലവി പഠിപ്പിച്ചതുപോലുള്ള മീലാദാഘോഷ പരിപാടികളാണ്. എന്തോ ആവട്ടെ, നമ്മൾ ജാഗ്രത പാലിക്കണം. നമ്മുടെ ചിന്തയിലോ നമ്മുടെ സംസാരത്തിലോ നമ്മുടെ ഒരു വിഷയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇക്റാം നൽകിയ അഷ്റഫുൽ വറാ ത്വാഹ റസൂലുള്ളാഹ് അള്ളാന്റെ റസൂലുമായി ബന്ധപ്പെട്ട് ഒരു പോറലും ഒരു നിലക്കും നമ്മുടെ വിശ്വാസത്തിൽ ഒന്നിലും സംഭവിച്ചു പോകരുത്. അള്ളാഹു നമുക്ക് കാവൽ നൽകുമാറാവട്ടെ. മൗത്തിൻ്റെ മുമ്പ് ആ മുത്തുനബിയെ കാണണം. വിശിഷ്യായി ഈ മാസം അതിനുള്ള അവസരങ്ങളാണ്. അള്ളാഹു അവിടുത്തെ ആ ഭൂമുഖം സ്വപ്നത്തിൽ ദർശിക്കാൻ നമുക്കെല്ലാവർക്കും നമ്മുടെ മശായിഖന്മാരെ വസീലയിൽ ഭാഗ്യം നൽകുമാറാവട്ടെ.